ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 3-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് എന്നുള്ള വചനമാണ്. കർത്താവായ യേശുമശിഹ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ, നമ്മുടെ വലങ്കൈ കൊണ്ട് നാം ചെയ്യുന്നത് നമ്മുടെ ഇടങ്കൈ അറിയരുത് എന്ന് പറയുന്ന വാക്കിനുള്ളിൽ അർത്ഥമാക്കുന്നതും ലക്ഷ്യമിടുന്നതുമായ പദം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം ചെയ്യുന്നതായ പ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ ഒക്കെയും അത് മറ്റാരും അറിയേണ്ടതിനു വേണ്ടി നാം ചെയ്യുന്നവരായിട്ടല്ല. അത് നാം രഹസ്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യുമ്പോൾ അതിനുള്ളതായ പ്രതിഫലങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകുന്നതിന് കാരണമായി തീരും എന്നുള്ളതായ വാക്കുകളാണ്. 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുമ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നാം ചെയ്യുന്നതായ പ്രാർത്ഥനയായിരുന്നാലും ദൈവവചന ധ്യാനമായിരുന്നാലും ആരാധനകളായിരുന്നാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതായ പ്രവൃത്തികളായിരുന്നാലും ആ പ്രവൃത്തികളൊക്കെയും നാം മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയും മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠരും പ്രസിദ്ധരുമാകുവാനും വേണ്ടി നാം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കപ്പെടുമെന്നും താൽക്കാലികമായ ചില അംഗീകാരങ്ങൾ മാത്രം നമുക്ക് ലഭ്യമാകുകയും ആ തലത്തിൽ അതവസാനിക്കുകയും ചെയ്യുമെന്നും, എന്നാൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും കയ്യടി ലഭ്യമായില്ലെങ്കിലും അംഗീകാരം കിട്ടിയില്ലെങ്കിലും നാം ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ നിലകളിൽ നാം ചെയ്യുവാൻ ഉത്സാഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മോട് പറയുന്നത്, നീ എങ്കിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അത് മറ്റാരും അറിയാതെ രഹസ്യമായി ചെയ്യുമ്പോൾ ആ രഹസ്യമായി ചെയ്തതിനെ നന്നായി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ഞാൻ നിങ്ങൾക്കതിനുള്ള പ്രതിഫലം നൽകുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരുമെന്നുള്ള ആഴമായ സന്ദേശമാണ് യേശു കർത്താവ് ഈ വചനത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പരസ്യമായി പലതും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ലോകത്തിൽ അംഗീകാരം ലഭ്യമായപ്പോൾ തന്നെ രഹസ്യമായി ദൈവത്തിനു വേണ്ടി പലതും ചെയ്തിട്ടുള്ളവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുമ്പിൽ അവിടവിടങ്ങളിലായി കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവർ കാണേണ്ടതിനു വേണ്ടിയും ആ തലത്തിൽ നാം പ്രസിദ്ധരായിത്തീരുന്നതിനും വേണ്ടി ഉത്സാഹിക്കുന്നവരായിട്ടല്ല, അതിനപ്പുറത്ത് ദൈവം നമ്മോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന ദൗത്യങ്ങൾ അത് മറ്റാരും അറിയാതെ രഹസ്യമായി ചെയ്യുവാനും ആ തലത്തിൽ ദൈവത്തിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാനും ഇടയായിത്തീരേണ്ടതിന് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആ തലത്തിൽ പ്രവർത്തിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് ചെയ്യുവാൻ അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ളത്
മറ്റുള്ളവർ കാണുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, മറ്റുള്ളവർ ഞങ്ങളെ പുകഴ്ത്തുക എന്നതിനപ്പുറത്ത് ഞങ്ങളെ ചെയ്യുവാൻ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മുൻപിൽ അത് രഹസ്യമായി ചെയ്യുവാനും ആ തലത്തിൽ ദൈവത്തിങ്കിൽ നിന്നും നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിപ്പാനും ഈ ദൈവവചനം കേൾക്കുന്ന ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.